നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചെറുശ്ശേരി മുല്ലയ്ക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കള ഉത്സവവും സർപ്പപൂജയും കലവറ നിറയ്ക്കലും അന്നദാനവും നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ 3 തുടങ്ങും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് ഒക്ടോബർ 2 തുടക്കമാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചേർപ്പ് ഏരിയ കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചെറുശ്ശേരി മുല്ലയ്ക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കള ഉത്സവവും സർപ്പപൂജയും കലവറ നിറയ്ക്കലും അന്നദാനവും നടന്നു. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ സർപ്പക്കാവിൽ സർപ്പപൂജ നടന്നു. തുടർന്ന് പ്രസാദ വിതരണത്തിനു ശേഷം അന്നദാനവും ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ സർപ്പപൂജയ്ക്കു ശേഷം അന്നദാനമുണ്ടായി. ചടങ്ങുകളിലും പ്രസാദ ഊട്ടിലും നിരവധി ഭക്തർ പങ്കാളികളായി. ചിരപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് മുല്ലയ്ക്കൽ ശ്രീ നനദുർഗ ഭഗവതി ക്ഷേത്രം. 7 ചിത്രകൂടങ്ങളിലായി പൂജ നൽകുന്ന ചരിത്രമാണ് ഈ കാവിന് ഉള്ളത്. തന്നെ അതിപുരാതനമായിട്ടുള്ള ഒരു സർപ്പക്കാവാണ് ഈ മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ളത്. മറ്റൊന്നുമില്ലാത്ത തരത്തിൽ 4 വിഗ്രഹവും 3 ചിത്രകൂടങ്ങളുമുള്ള അതിപുരാതനമായിട്ടുള്ള ഒരു സർപ്പക്കാവാണ് ഈ ക്ഷേത്രത്തിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇവിടെ എല്ലാ മാസത്തിലും ആയില്യപൂജ നടക്കുന്നു. നിരവധി പേർ ഈ ആയില്യപൂജയുമായിട്ട് ഇവിടെ ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ ഇവിടുത്തെ ഉപദേവതയായിട്ടുള്ള താണികുടത്തമ്മയുടെ അവിടെ മുട്ടറക്കൽ മറ്റു വഴിപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ പ്രത്യേക ഉത്സവം എന്ന് പറയുന്നത് ഡിസംബർ മാസം 41 വരുന്ന മണ്ഡലമാസം 41 വരുന്ന ആ 10ാമത് ഉത്സവമാണ്. അവിടെ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ ഈ കുതിരവേല മറ്റുള്ള പരിപാടികളൊക്കെ നടത്തുന്നു. ഈ വല്ലച്ചിറ ഭഗവതി ക്ഷേത്രവും മുല്ലയ്ക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചേടത്തി അനുജത്തി എന്ന ബന്ധമാണ് ഈ ക്ഷേത്രവുമായി സങ്കല്പമുള്ളത്. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ 3 തുടങ്ങും. രാവിലെ 108 കരിക്കഭിഷേകം നടക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് കലാമണ്ഡലം രാമചാക്യാരുടെ ചാക്യാർകൂത്ത് കൊല്ലം യവനികയുടെ നാടകം നേര്, 4 രാത്രി 8:30 വടകര കാഴ്ച കമ്മ്യൂണിക്കേഷന്റെ നാടകം ശിഷ്ടം, 5 വൈകിട്ട് 6:30 തായമ്പക, കോഴിക്കോട് നാടകസഭയുടെ നാടകം പഞ്ചമിപറ്റ പന്തീരുകുലം, 6 രാത്രി ആലപ്പുഴ സൂര്യകാന്തിയുടെ നാടകം കല്യാണം, 7 വൈകിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ കൃഷ്ണനാട്ടം, 8 വൈകിട്ട് 6:30 തായമ്പക, വടകര വരദയുടെ നാടകം അമ്മ മഴക്കാർ,
9 വൈകിട്ട് 6:30 നൃത്തനൃത്യങ്ങൾ, തിരുവാതിരകളി, 10 വൈകിട്ട് പൂച്ചുവെപ്പ്, ഹരികുമാർ ശിവന്റെ വയലിൻ ഫ്യൂഷൻ നൃത്തനൃത്യങ്ങൾ, 11 വൈകിട്ട് 6:30 നൃത്തനൃത്യങ്ങൾ, 12 രാവിലെ 7 സംഗീതാർച്ചന, വൈകിട്ട് തോൽപ്പാവക്കൂത്ത്, ഓട്ടംതുള്ളൽ നൃത്തനൃത്യങ്ങൾ, 13 രാവിലെ 6 എഴുത്തിനിരുത്തൽ, സമൂഹാക്ഷരപൂജ, സംഗീതാർച്ചന, വൈകിട്ട് ഫ്യൂഷൻ തിരുവാതിരക്കളി, ഓണക്കളി എന്നിവ നടക്കും. ദിവസവും ശ്രീലകത്ത് നെയ്വിളക്ക്, ചന്ദ്രൻ ചേർത്ത്, ചുറ്റുവിളക്ക്, നിറമാല എന്നിവയുമുണ്ടാകും. ഊരകം അമ്മത്തിരുടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് ഒക്ടോബർ 2 വൈകിട്ട് ക്ഷേത്ര ജീവനക്കാരുടെ വിശേഷാൽ നിർമ്മാലയോടെ തുടക്കമാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയുണ്ടാകും. 3 രാവിലെ സാരസ്വത ജപം, വൈകിട്ട് ഭജന നൃത്തനൃത്യങ്ങൾ, 4 വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, 5 രാവിലെ സംഗീതോത്സവം, പഞ്ചരത്ന അഷ്ടപതി, വൈകിട്ട് പഞ്ചരത്ന കീർത്തനാലാപനം, നൃത്തനൃത്യങ്ങൾ, 6 രാവിലെ സംഗീതോത്സവം, വൈകിട്ട് സംഗീത കച്ചേരി, 7 വൈകിട്ട് സംഗീത കച്ചേരി, ഭരതനാട്യം നൃത്തനൃത്യങ്ങൾ, 7 വൈകിട്ട് നൃത്തനൃത്യങ്ങൾ, 10 പൂജവയ്പ്, വൈകിട്ട് മോഹിനിയാട്ടം നൃത്തനൃത്യങ്ങൾ, 11 ദുർഗാഷ്ടമിയുടെ ഭാഗമായി വൈകിട്ട് കുലവാഴ വിധാനം, മോഹിനിയാട്ടം നൃത്തനൃത്യങ്ങൾ, 12 രാവിലെ 8 തിരുവാതിരകളി, വൈകിട്ട് നാദസ്വര കച്ചേരി, ഭക്തിഗാനമഞ്ജരി, നൃത്താഞ്ജലി, 13 രാവിലെ എഴുത്തിനിരുത്ത്, തിരുവാതിരകളി, വൈകിട്ട് നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടാകും. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചേർപ്പ് ഏരിയ കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബറിൽ ആലപ്പുഴയിൽ നടക്കുന്ന സംഘടനാ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. CPM പാലിശ്ശേരി ലോക്കൽ സെക്രട്ടറി KK മോഹനൻ, അവണിശ്ശേരി ലോക്കൽ സെക്രട്ടറി KP പ്രസാദ്, CITU ചേർപ്പ് ഏരിയ പ്രസിഡന്റ് P ചന്ദ്രൻ, V രവി, ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്യാം തയ്യിൽ, ഷക്കീർ സലീം, യൂണിയൻ ഏരിയ സെക്രട്ടറി OS റഷീദ്, ഏരിയ പ്രസിഡന്റ് KR രാജീവ് എന്നിവർ സംസാരിച്ചു. ചേനം തെക്കുമുറിയിൽ വീട്ടിൽ പെരുമ്പാമ്പ്. തെക്കുംചേരി ഷെരീഫിന്റെ വീട്ടുപറമ്പിലെ കോഴിക്കൂടിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് അധികൃതരെ വിവരമറിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ കൊണ്ടുപോയി. കോഴിനെ പിടിച്ചിട്ട് തിന്നു കൊടുക്കണ്. അല്ല കോഴിനെ വിട്ടു, പടക്കോഴിയാണ്. കേറി 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 വട്ടമാവ് വള്ളിശ്ശേരി കുട്ടൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷാൽ ആയില്യ പൂജ ഭക്തിസാന്ദ്രമായി. പൂജാകർമ്മങ്ങളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. AKSTU ജനയുഗം അറിവുത്സവം സീസൺ 7 ചേർപ്പ് സബ് ജില്ലാ മത്സരങ്ങൾ നടന്നു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് അംഗം KA പ്രദീപ് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ VK ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു. AKSTU സംസ്ഥാന കമ്മിറ്റി അംഗം MK പ്രസാദ്, ചേർപ്പ് സബ് ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ പോൾ, സബ് ജില്ലാ പ്രസിഡന്റ് ഷൈനി മോൾ എന്നിവർ സംസാരിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ചെമ്മാപ്പള്ളി സെറാഫി കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 1ാം നിലയിൽ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൗരവതരവും അപലപനീയവുമെന്ന് മന്ത്രി R ബിന്ദു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ഭിന്നശേഷി സൗഹൃദപരമായ അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. RWD ആക്ട് പ്രകാരം ഭിന്നശേഷിക്കാരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് ഗൗരവമേറിയ കുറ്റമാണെന്നും അതിനെതിരെ നടപടി സ്വീകരിക്കാവുന്ന വകുപ്പുകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ്സുകാരിയെ സ്കൂളിലെ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം പത്രങ്ങളിലൂടെ അറിയാൻ സാധിച്ചു.
വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഉടനടി അന്വേഷണം നടത്തുന്നതിന് സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശ്ശൂർ ജില്ലാ സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെൻറ്റിലാണ് ഈ അനുഭവം ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും സ്കൂളിൻ്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടതായി വരും. ഇത്തരം കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം സ്ഥാപന മേധാവികൾക്കുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളെ ബന്ധപ്പെട്ട് സംസാരിച്ചു. കുട്ടിയുടെ അമ്മ വളരെയധികം വേദനയോടുകൂടി വേവലാതിയോടുകൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഏതൊരു മാതാപിതാക്കൾക്കും സഹിക്കാൻ കഴിയാത്ത അനുഭവമാണ് ആ മകൾക്ക് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സാമൂഹ്യനീതി വകുപ്പ് ഇതിൽ മാതൃകാപരമായ നിലയിൽ തന്നെ ഇടപെടും. RPWD ആക്ടിൻ്റെ പ്രൊവിഷൻസ് പ്രകാരം ഭിന്നശേഷിക്കാരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുന്നത് തീർച്ചയായും കുറ്റകരമായ ഒരു കാര്യമാണ്. അതിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കും എന്ന വിവരം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:45 ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെത്തിയ പിതാവ് ഉണ്ണികൃഷ്ണൻ 1-ാം നിലയിലെ ക്ലാസ് മുറിയിലേക്ക് എത്തിയപ്പോൾ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടതായി കണ്ടതായും തുടർന്ന് മകളെ തേടി മറ്റിടങ്ങളിൽ അന്വേഷിച്ചു നടന്നതായും പറയുന്നു. താഴത്തെ നിലയിൽ IT വിഭാഗം ക്ലാസ്സിൽ മറ്റു കുട്ടികൾ ഇരിക്കുന്നതായി കണ്ടെത്തുകയും എന്നാൽ ക്ലാസ്സിൽ തന്റെ മകൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതായും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. മറ്റു കുട്ടികളോട് തിരക്കിയപ്പോഴാണ് ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സാഹചര്യത്തിൽ കണ്ടതെന്നാണ് പറയുന്നത്. കോടന്നൂർ ശാസ്താംകടവ് പാലിശ്ശേരി ചാക്കുണ്ണി 78 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7095 രൂപ, പവന് 56,760 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചെറുശ്ശേരി മുല്ലയ്ക്കൽ നനദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടനാഗക്കള ഉത്സവവും സർപ്പപൂജയും കലവറ നിറയ്ക്കലും അന്നദാനവും നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ 3 തുടങ്ങും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷത്തിന് ഒക്ടോബർ 2 തുടക്കമാകും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്യും. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചേർപ്പ് ഏരിയ കമ്മിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.